സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വായിക്കാം റോമർക്കെഴുതിയതായ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്നു എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് വേർവിട്ടു ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ദുഃഖവും വേദനയും എന്തുകൊണ്ടുണ്ടാകും? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് സങ്കടം? അവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് ഭാരവും വേദനയും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജഡപ്രകാരമുള്ളവരായ സഹോദരന്മാർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. എൻ്റെ സ്വന്തക്കാർ മാറുന്നില്ല, എൻ്റെ രക്തബന്ധത്തിലുള്ളവർ മാറുന്നില്ല. ആവശ്യമാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജഡപ്രകാരമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിൽ നിന്ന് വേറിട്ടാൽ പോലും എൻ്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെട്ടാൽ മതിയെന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്നു. ഈ ദിവസം നമുക്ക് ആ ഭാരമുണ്ടോ? നിന്റെ ജഡപ്രകാരമുള്ളവരായ, നിന്റെ രക്തബന്ധത്തിലുള്ളവരായ നിന്റെ സ്വന്തക്കാരെക്കുറിച്ച് നിനക്ക് ആത്മാവിൽ ഭാരമുണ്ടോ? ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്, ഞാൻ 30 വർഷമായിട്ട് ദൈവവേല ചെയ്യുകയാണ് ദേവദാസ. ഒരുപാട് ആളുകളെ യേശുവിങ്കിലേക്ക് നടത്തുവാൻ, ആത്മാക്കളെ നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല. എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല. അവരുടെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്. എന്താണ് ഇവിടെ കാണുന്ന പ്രശ്നം? എന്താണ്? ആദ്യം നിന്റെ വീട്ടിലുള്ള ആളുകളെ രക്ഷിക്കപ്പെടുത്താതെ നീ മറ്റുള്ള ആരെയോ രക്ഷിക്കപ്പെടുത്തുന്നു എങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. ഈ ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായ ആളുകൾ, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ പേര് വെച്ച് പ്രാർത്ഥിക്കുക. അവരോട് നിങ്ങൾ സുവിശേഷം പറയുക. അവർ കേട്ടെങ്കിലും കേട്ടില്ല എങ്കിലും വളരെ താഴ്മയോടെ, സൗമ്യതയോടെ ഉപദേശിക്കുക. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുക. ഈ ദിവസം ആത്മാക്കൾ നശിച്ചു പോകുന്നു എന്നുള്ളതായ സത്യം നാം മനസ്സിലാക്കുന്നില്ല. നിന്റെ കുടുംബത്തിലുള്ളവർ നിത്യ നരകത്തിൽ പോവുകയാണെങ്കിൽ, നീ സ്വർഗത്തിലാണെങ്കിൽ നിനക്ക് സന്തോഷത്തോടായിരിക്കാൻ കഴിയുമോ? നീ സ്വർഗത്തിലാണെങ്കിൽ നിന്റെ ഭർത്താവ് നരകത്തിൽ കിടന്ന് കരയുമ്പോൾ അവിടെ കിടന്ന് കരയട്ടെ എന്ന് നീ വിചാരിക്കുമോ? എന്താണ്? നിന്റെ സ്വന്തം മക്കൾ ആ കാലത്ത് ധനവാനെ പോലെ നരകത്തിൽ കിടന്ന് കരയുകയാണെങ്കിൽ സന്തോഷിക്കുവാൻ കഴിയുമോ? ആ ധനവാൻ പറഞ്ഞു, കർത്താവേ, ആ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് അവൻ്റെ വിരൽ തൊട്ട് ഒരു തുള്ളി വെള്ളം എനിക്ക് നൽകണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ കഴിയുകയില്ലെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അങ്ങനെയാകുന്നുവെങ്കിൽ എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. എൻ്റെ കാര്യം ഏതായാലും ഇങ്ങനെയായിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എനിക്കിനി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ഭയങ്കരമായ അവസ്ഥയിലേക്ക് എൻ്റെ സഹോദരന്മാർ വരാതിരിക്കേണ്ടതിന് ആ ലാസറിനെ അവിടെ വിട്ടിട്ട് അവരെയൊന്ന് ഉപദേശിക്കാമോ? അതായത് നരകത്തിൽ കിടക്കുന്ന ആൾക്ക് പോലും എന്താണുള്ളത്? ആത്മഭാരമുണ്ട്. അപ്പോൾ നമുക്കുണ്ടായിരിക്കണ്ടേ? എൻ്റെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടണം, എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടണം, അതുപോലെ എൻ്റെ സഹോദരിമാർ രക്ഷിക്കപ്പെടണം, എൻ്റെ ബന്ധുക്കൾ മാറണം, എൻ്റെ ദേശക്കാർ മാറണം, എൻ്റെ വീട്ടുപേരുള്ള എല്ലാ ആളുകളും മാറണം. നിന്റെ വീട്ടുകാർക്ക് നീ അനുഗ്രഹമായി തീരണം, നിന്റെ ദേശക്കാർക്ക് നീ അനുഗ്രഹമായി തീരണം. ഈ ദിവസം അങ്ങനെ ഭാരമുള്ളതായ ക്രിസ്ത്യാനികളെ കാണുന്നില്ല. പൗലോസ് പറയുന്നു, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്, ഭാരമുണ്ട്. വായിക്കാം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അനേകർ യേശുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്.
ക്രൂശിന്റെ സുവിശേഷം പറയേണ്ടതായ ആളുകൾ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കേണ്ടുന്ന ആളുകൾ ക്രിസ്തുവിന്റെ നാമത്തിന് ലജ്ജ വരുത്തുന്നവരായി മാറുന്നു. ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് അനേക പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആരെങ്കിലും നന്നായില്ലെങ്കിൽ നിങ്ങൾക്കെന്താണ്? അതാണ് ഭാരം. കുഞ്ഞിന് പരിക്ക് പറ്റിയാൽ അമ്മ എന്തിനാണ് കരയുന്നത്? പറയൂ, അമ്മ എന്തിന് കരയുന്നു? മകനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്താണ്? സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവൻ നശിച്ചു പോകുന്ന ആളുകളെ കണ്ട് സന്തോഷിക്കില്ല, കണ്ണുനീരൊഴുക്കും. അവരുടെ വയറാകുന്നു അവരുടെ ദൈവം, അവരുടെ അന്ത്യം നാശമാകുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് ലജ്ജയുണ്ടാകുന്നു. ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച്, കള്ളപ്രവാചകന്മാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ദുരുപദേശക്കാരെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കെന്താണ് എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശരിയാവുകയില്ല. ഈ കാലത്ത് ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരിക്കലും മറക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. ഇന്ന് ദൈവദാസന്മാരുടെ സ്ഥിതിഗതികൾ വളരെ ശോചനീയമാണ്. ആരാണ് യഥാർത്ഥ ദൈവദാസൻ, ആരാണ് യഥാർത്ഥമല്ലാത്തതെന്ന് അറിയാൻ കഴിയുന്നില്ല. ആരാണ് വഴി തെറ്റുന്നത്, ആരാണ് യഥാർത്ഥമായ പാതയിൽ പോകുന്നതെന്നും അറിയാൻ കഴിയില്ല. നാം ട്രെയിനിൽ പോകുന്ന സമയത്ത്, നമ്മൾ വിജയവാഡയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു, ടക 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 ടകടാന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രാക്കിൽ നിന്ന് ആ ട്രാക്കിലേക്ക് മാറും. എപ്പോഴാണത് മാറിയെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഈ ട്രാക്കിൽ നിന്ന് ആ ട്രാക്കിലേക്ക് എപ്പോൾ പോയെന്ന് അറിയാൻ കഴിയില്ല. അത് ട്രാക്ക് മാറിയിട്ടും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും, എന്നാൽ അതിൻ്റെ റൂട്ട് മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ ഈ കാലത്ത് ചില ദൈവദാസന്മാർ വിശ്വാസത്തോടുകൂടി അവർ ആരംഭിച്ച്, ലക്ഷ്യം കണ്ടുകൊണ്ട് ആരംഭിച്ച്, അവർ ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു. അവരുടെ വഴി മാറിയിരിക്കുന്നു. ഭൗതിക വിഷയങ്ങളുടെ മേൽ അവർ മനസ്സ് വച്ചിരിക്കുകയാണ്. ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ള പ്രസംഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കടബാധ്യതയുണ്ടോ? നിങ്ങളുടെ കടബാധ്യത മാറിപ്പോകട്ടെ. എന്താണ്? ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നു. പ്രോസ്പിരിറ്റി പ്രീച്ചേഴ്സ്. അവർ ലോകത്ത് കോടീശ്വരന്മാരായി ജീവിക്കുന്നു. അവർ അനുകൂലമായ പ്രസംഗങ്ങൾ ചെയ്യാനിടയാകും. ലോകപ്രകാരമുള്ള ഭൗതികമായിട്ടുള്ളതായ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കും അവർ പ്രസംഗിക്കുന്നത്. ആ അഭിവൃദ്ധിയെ പ്രാപിക്കും അവർ. അത് ഇവർക്ക് അനുഗ്രഹമായി തീരും. അങ്ങനെ കോടീശ്വരന്മാരായി തീരും. എന്നാൽ ആത്മാക്കൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. അവരുടെ അന്തം നാശമായിരിക്കും. അവരുടെ ദൈവം അവരുടെ വയറായിരിക്കും. എത്ര കഴിച്ചാലും അവർക്ക് തൃപ്തി ഉണ്ടാകില്ല. എത്ര സമ്പാദിച്ചാലും തൃപ്തി ഉണ്ടാകില്ല. എപ്പോൾ നോക്കിയാലും ആഹാരത്തിനു വേണ്ടി വ്യഗ്രത കൂട്ടുന്നവർ, പണത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, ലോകപ്രകാരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ. ഒരു വീടുണ്ടെങ്കിൽ തൃപ്തിയാകുമോ? ഒരു വീട് കൂടി വേണം. ഒരു നിലയുണ്ടെങ്കിൽ തൃപ്തിയാകുമോ? മുകളിൽ മറ്റൊരു നില കൂടി വേണം. അതിന് മുകളിൽ ഒന്നുകൂടി കെട്ടണം, അപ്പുറത്ത് മറ്റൊന്ന് പണിയണം. എന്താണ്? ഒരു രീതിയിലുള്ളതായ ബന്ധനത്തിലകപ്പെടുന്നു. പൗലോസ് പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉയരത്തിലേക്ക് നോക്കുവീൻ. അവിടെ ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നു, അവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന് ലക്ഷ്യമുള്ള വ്യക്തി ഈ ലോകത്തിൽ ഒരു യാത്രികനെ പോലെ ആയിരിക്കും. പൗലോസ് പറയുന്നു, ദുരുപദേശക്കാർ, യേശുവിന്റെ ക്രൂശിന്റെ ശത്രുവായി നടക്കുന്ന വ്യക്തികൾ, യേശുവിന്റെ നാമത്തിന് ലജ്ജ വരുത്തുന്നതായ ആളുകളെക്കുറിച്ച് ഉള്ള ഭാരം എൻ്റെ മേലുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. 29 വായിക്കാം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അവർ ആട്ടിൻകൂട്ടത്തെ ആദരിക്കില്ല. വളരെ വിശ്വാസത്തോടുകൂടി സഭയെ ഒരുക്കിയെടുത്തതിന് ശേഷം, ജനത്തെ ഒരുക്കിയെടുത്തതിന് ശേഷമായിട്ട് അവരെ വിട്ടിട്ട് പോകേണ്ടതായിട്ട് വരുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ജാഗ്രത. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട്. ആർക്കു വേണ്ടിയാണ്? എല്ലാ സഭക്കാർക്കുമാണോ? എല്ലാ സഭക്കാർക്കും വേണ്ടിയല്ല.
എല്ലാ മനുഷ്യർക്കും വേണ്ടി ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത്. എങ്ങനെയുള്ള ദൈവദാസനാണ് നോക്കുക. ഇങ്ങനെയായിരിക്കണം യഥാർത്ഥമായ ദൈവദാസന്മാർ. എത്ര വലിയ ദൈവദാസനാണ്! 3 വർഷങ്ങൾ അത് രാത്രിയും പകലുമായിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഓരോരുത്തരെയും വഴക്കു പറഞ്ഞു എന്നല്ല ഉള്ളത്. എന്താണുള്ളത്? ബുദ്ധി പറഞ്ഞു തന്നത്. ബുദ്ധി പറഞ്ഞത് ഞാൻ എന്താണ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത്, നിങ്ങൾ അത് ഓർത്തുകൊള്ളുവീനെന്ന്. എത്ര ഭാരമാണ് നോക്കുക. എൻ്റെ മക്കൾ, ഞാൻ പോയി കഴിഞ്ഞാലും വഞ്ചിതരായി പോകരുത്. ബുദ്ധിയുള്ളവരായിട്ട് വിവേകമുള്ളവരായിട്ട് ജീവിക്കണം. ദുരുപദേശത്തിൽ അകപ്പെട്ട് വീണുപോകാൻ ഇടയാകരുത്. ചെന്നായ്ക്കളുടെ ഇടയിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഓരോരോ മനുഷ്യരെയും ഓരോരോ വ്യക്തികളെയും ഉപദേശിക്കുകയാണ്. നോക്കൂ, ഒരു ഡോക്ടറുടെ കാര്യമെടുത്താൽ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരെ നോക്കുമോ അതോ എല്ലാവരെയും കൂട്ടിയിട്ട് മരുന്ന് കൊടുക്കുമോ? എല്ലാ കൂട്ടരെയും വിളിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഗുളിക കൊടുത്തിട്ട് പോകുമോ? എന്താണ് പറയൂ. അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ പിടിക്കുക, അവരുടെ തലയിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു തവണ ഗോദാവരിയിൽ കൃഷ്ണ നദിയിൽ സ്നാനപ്പെടുത്തുന്ന സമയത്ത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവരും മുങ്ങാനാണ് പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിയാൽ സ്വർഗത്തിൽ പോകുമെങ്കിൽ പോത്തുകളെല്ലാം സ്വർഗത്തിൽ പോകാനിടയാകുമല്ലോ. എന്താണ് ചിന്തിക്കുക? വെള്ളത്തിൽ മുങ്ങുന്നത് ഒരു സാദൃശ്യമാണ്, അല്ലാതെ അതൊരു വലിയ ആചാരമേ അല്ല. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. ഓരോരുത്തരെ സ്നാനപ്പെടുത്തുന്നതായ സമയത്ത് ഓരോരുത്തരോടും ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാനിടയാകും. എന്തിനു വന്നുവെന്ന് ഞാൻ ചോദിക്കും. സ്നാനപ്പെടാനാണെന്ന്. എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഹീ എന്നല്ല, എന്തിനാണ്? ചിലർ പറയും സ്വർഗത്തിൽ പോകാനാണെന്ന്. എങ്കിൽ ഇപ്പോൾ വരെ എന്തുകൊണ്ട് എടുത്തില്ല നീ? അത് പിന്നെ അത് പിന്നെ നിന്റെ പാപമെല്ലാം നീ ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചു. ഏറ്റുപറഞ്ഞിരുന്നോ? ഏറ്റുപറഞ്ഞു. നിന്റെ മനസ്സ് മനുഷ്യരുമായും ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചോ? നിരപ്പ് പ്രാപിച്ചു. വാഗ്ദത്തം പ്രാപിച്ചോ? പ്രാപിച്ചു. ഇപ്പോൾ യൗവനപ്രായത്തിൽ നീ സ്നാനപ്പെടുകയാണെന്ന് പറയുന്നു. നാളെ നിന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ ആകർഷണം വന്നാൽ, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് നിന്റെ പാർട്ണർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, പിന്നെ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിലേക്ക് നീ തിരിയുമോ? അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നീ ഇറങ്ങിപ്പോകാൻ ഞാൻ പറയും. എന്താണ്? എത്ര വലിയ ശോധനകൾ വന്നാലും, എത്ര പ്രതികൂലം വന്നാലും ജീവിതാവസാനം വരെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുമോ? ചിലർ പറയും. പറയണ്ട, നീ വായി തുറന്നിട്ട് വ്യക്തമായിട്ട് പറയണം. സാക്ഷിയായി ജീവിക്കുമെന്ന് പറയണം. അപ്പോഴാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ പറഞ്ഞതായ സാക്ഷ്യം അനുസരിച്ച് സ്നാനപ്പെടുത്തുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ട് എന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കേട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചുവെന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ വേറെ ആർക്കും സ്നാനം കൊടുത്തിട്ടില്ല. 2 പേരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ പാസ്റ്ററല്ലേ? എന്താണ്? സ്നാനപ്പെടുന്നത് അല്ല പ്രധാനപ്പെട്ടത്, സ്നാനം കൊടുക്കുന്നതല്ല പ്രധാനപ്പെട്ടത്. നീ എടുത്തതായ രക്ഷയുടെ അനുഭവം നിലനിർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വ്യക്തിയെ ആത്മാവിൻ്റെ പ്രസവവേദനയാൽ പ്രസവിച്ചിട്ട് ആ വ്യക്തിയെ ആത്മാവിൽ പരിപൂർണനാക്കി മാറ്റണം. അതാകുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുന്നതായി നിങ്ങളെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെന്ന്, തികഞ്ഞവരായി മാറ്റിയെടുക്കേണ്ടതിന്, ആത്മാക്കളെ നേടുന്നവരായി മാറ്റിയെടുക്കുവാൻ, നിങ്ങളുടെ ഭവനക്കാരെ നിങ്ങൾ രക്ഷിച്ചെടുക്കേണ്ടതിന് വേണ്ടി, നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റേണ്ടതിനായി ഒരേ ഒരു ആശ മാത്രമേ ഉള്ളൂ. ഈ ദിവസം അങ്ങനെയുള്ള ഭാരം വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. 1-ാം ഭാരം സുവിശേഷ ഭാരം, 2-ാം ഭാരം ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ വരുന്നതിന്, 3-ാം ഭാരം ജഡപ്രകാരമുള്ളവരായ സഹോദരങ്ങളുടെ രക്ഷ, 4-ാം ഭാരം ഉപദേശകന്മാർ മാറണം. ഉപദേശകന്മാർക്ക് വേണ്ടി നാം എന്തു ചെയ്യണം? നാം പ്രാർത്ഥിക്കണം. ദുരുപദേശം ചെയ്യുന്നവർ അനേകർ അന്ത്യകാലത്ത് ഇറങ്ങിവരും. രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കാതെ
ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാതെ, ഹൃദയശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാതെ, ലോകപ്രകാരമായ നന്മകളെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നവരായ, ശാരീരിക സൗഖ്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതായ ഉപദേശകന്മാർ, ഇവരെക്കുറിച്ച് നാം ജാഗ്രതയോടെ ആയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, എന്നാൽ സൗഖ്യത്തിന് വേണ്ടിയല്ല നാം യേശുവിനെ വിശ്വസിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക അനുഗ്രഹമുണ്ട്, എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല യേശു വിശ്വസിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും അതുപോലെ ഭൗതിക അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ട്, എന്നാൽ നാം യേശുവിൽ വിശ്വസിക്കുന്നത് നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറുന്നതിനാണ്. നീ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ ദൈവദാസന്മാരുടെ എല്ലാം പേരുകൾ എഴുതി വച്ചിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ സഭ, നിങ്ങളുടെ സഭ എന്നുള്ള വ്യത്യാസങ്ങൾ മാറ്റുക. എന്താണ്? അത് ഉപേക്ഷിക്കണം, വിട്ടുകളയണം. എന്താണ്? ഞാൻ ഏതു സഭയുടെ ദൈവദാസനാണ്? ഞാൻ കാൽവരി ദർശനം TV പ്രോഗ്രാമുകൾ കൊടുക്കുന്ന അന്നു മുതൽ തന്നെ എൻ്റെ സഭ ഏതാണെന്ന് ചോദിച്ചാൽ, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവർക്കും, ഞാൻ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും എൻ്റെ സഭക്കാരാണെന്ന് പറയും. പലരും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സഭയിലുള്ളവരാണ്, ഞങ്ങൾ ഇന്ന സഭയിലുള്ളവരാണ്, അങ്ങയുടെ വചനം കേട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. വ്യത്യസ്തമായ സഭാംഗങ്ങളായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ വചനം അങ്ങിൽ കൂടി കേൾക്കുന്നതായ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ കാരണമായി എന്ന് അവിടെയും ഇവിടെയും ഓരോരോ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ കേൾക്കാനിടയാകുന്നു. ദൈവം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ദൈവം പോകാൻ പറഞ്ഞാൽ പോകുന്നത്, ദൈവം വേണ്ടെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നത്, പണം, ലാഭം, നഷ്ടം, ഇവയെല്ലാം കണക്കുകൂട്ടിയാൽ ഒരു യഥാർത്ഥമായ ദൈവദാസന് ദൈവവേല ചെയ്യാൻ കഴിയില്ല. കാശ്മീരിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. യേശുവിൻ്റെ സുവിശേഷം അവിടെ കൊണ്ടുപോകണം. കാരണം സഭ എവിടെയാണുള്ളത്? സഭ ഏതാണ്? ഒരു വാക്യപ്രകാരമുണ്ട്, യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ. അതെവിടെയാണുള്ളത്? ഇതാ ഇവിടെയുള്ള പതാകകളെല്ലാം നോക്കൂ. എത്രയോ രാജ്യക്കാരുണ്ട് നോക്കൂ, എത്രയോ ഭാഷക്കാരുണ്ട് നോക്കൂ, എത്രയോ വംശക്കാരുണ്ട് നോക്കൂ. ആ സഭകളിൽ ആരാണുള്ളത്? അതാത് ഭാഷയിൽ സംസാരിക്കുന്നവർ, അതാത് വംശത്തിലുള്ളവർ, അതാത് ദേശത്തിലുള്ളവർ, അതാത് ദേശത്തിലെ ജനത്തെ നിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരു സഭയിലാക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയാണെന്ന് പറഞ്ഞ് ആരും വഴക്കുണ്ടാക്കേണ്ടതില്ല. ഓരോരോ ദേശത്തിലെ സഭയും സാർവത്രിക സഭയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് സാർവത്രികമായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഞ്ചാമത്തെ ഭാരം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ മുഴുവൻ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നതായ വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നോക്കിയാൽ വേറെ വേറെ ആയിരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം കൂടുമ്പോഴാണ് നാം എന്ത് വിളിക്കുന്നത്? ശരീരമെന്ന് വിളിക്കുന്നത്. ഇവയെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് മുള്ളു കൊണ്ടിട്ടുണ്ടോ? കാലിൽ മുള്ളുകൊള്ളുന്നതായ സമയത്ത് നാവ് എന്ത് പറയുമെന്നറിയാമോ? അമ്മേ. നടുവെന്ത് ചെയ്യുമെന്നറിയാമോ? മുൻപോട്ട് വളയും. കണ്ണെന്ത് ചെയ്യുമെന്നറിയാമോ? മുള്ളിനെ നോക്കും. കൈ എന്ത് ചെയ്യും? മുള്ള് വലിച്ചൂരും. ശരിയല്ലേ? മുള്ളുകൊണ്ട ഉടനെ എനിക്കെന്താണ് എന്ന് പറഞ്ഞിരിക്കുമോ? എന്താണ്? എല്ലാവരും ചേർന്ന് ജോലി ചെയ്യും. ഇതാകുന്നു സഭ. സഭയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു ദൈവദാസന് അപമാനം വരികയാണെങ്കിൽ നാം എല്ലാവരും കരയണം. ഒരു വിശ്വാസി ഒരു രാജ്യത്ത് രക്തസാക്ഷിയായി മാറിയാൽ നാം എല്ലാവരും കരയണം. ഒരിടത്ത് സന്തോഷമുണ്ടാകുമ്പോൾ നാം എല്ലാവരും ചേർന്ന്, നമ്മുടെ ദേശത്ത് മറ്റൊരു സഭയുണ്ടായാൽ നാം എല്ലാവരും കൂടി അത് തല്ലിപ്പൊളിക്കാൻ നോക്കണം. അതാണോ? എന്താണ്? കൂണുകൾ പോലെ വളരട്ടെ ക്രിസ്തീയ സഭകൾ എന്നൊരു ദേവദാസൻ പറഞ്ഞു. എങ്ങനെയാണ് കൂണുകൾ വളരുന്നത്? ഒന്നിനോട് ചേർന്ന് ഒന്ന്, ഒന്നിനോട് ചേർന്ന് ഒന്ന്, അങ്ങനെ തുരുതുരാന്ന് കൂണുകൾ വളരുന്നത് നമുക്ക് കാണാം. എന്താണ്? അങ്ങനെ അതെല്ലാം വളരുവാൻ അനുവദിക്കൂ. റോഡിൽ എത്രയോ ഷോപ്പുകളുണ്ട്, എത്രയോ കടകളുണ്ട്. നിങ്ങൾ വ്യാപാരികളെ നോക്കുക. അവരുടെ എതിരായിട്ട് മറ്റൊരു വ്യാപാരി വന്ന് കടയിടുകയാണെങ്കിൽ, അടുത്ത് മറ്റൊരു ഷോപ്പിടുകയാണെങ്കിൽ മറ്റേ വ്യാപാരി അസൂയപ്പെടില്ല. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിക്കുക. ഈ കടയിലില്ലെങ്കിൽ ആ കടയിൽ ചെല്ലു, അവിടെ കിട്ടുമെന്ന് പറയും. ആ ഷോപ്പിലില്ലെങ്കിൽ പറയും മറ്റേ ഷോപ്പിൽ ചെല്ലുക, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു വിടും. അവർ രണ്ടുപേരും സംസാരിക്കുക, പറയും ഞാനൊരു ക്ലയൻറ്റിനെ അങ്ങോട്ട് വിട്ടറിയാമോ? അവൻ പറയും ഞാൻ 3 പേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് നേരത്തെ. അങ്ങനെ അവർ പറഞ്ഞു വിട്ടിട്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് മാറും. എന്താണ്? എന്നാൽ ഇപ്പോഴുള്ള ആളുകളെ നോക്കുക. ആ പാസ്റ്ററിനെ കണ്ടാൽ ഈ പാസ്റ്ററിന് ഇഷ്ടപ്പെടുകയില്ല.
ഈ വിശ്വാസി അങ്ങോട്ട് പോകുന്നു ബൈബിളും പിടിച്ചുകൊണ്ട്. മറ്റൊരു വിശ്വാസി ഇങ്ങോട്ട് വരുന്നത് കാണാം. അവരുടെ ചർച്ച് ഇവിടെയാണ്, ഇവരുടെ ചർച്ച് അവിടെയും. ഇന്നലെ വരെ പ്രൈസ് ലോർഡെന്നും ഹല്ലേലൂയ എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അവരെ കണ്ടാൽ മുഖം തിരിച്ചു പോകുന്നത് കാണാം. രണ്ടുപേരുടെയും കയ്യിൽ എന്തുണ്ട്? വിശുദ്ധ വേദപുസ്തകം. എന്താണ്? ന്യായമാണോ അന്യായമാണോ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ, നിനക്ക് ബന്ധമില്ലാത്ത മറ്റൊരുവിനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ, നിനക്ക് ദോഷം ചെയ്യുന്ന നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാൻ വേണ്ടി കർത്താവ് കൽപ്പന പറഞ്ഞിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ അംഗീകരിച്ച മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ ഒരു വിശ്വാസി സംസാരിക്കുന്നില്ല എങ്കിൽ, സ്നേഹിക്കുന്നില്ല എങ്കിൽ സ്വർഗമുണ്ടെന്നാണോ പറയുന്നത്? അവൻ സ്വർഗത്തിൽ പോയിട്ട് കസേര അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുമെന്നാണോ? ഈ സഭക്കാർ അവിടെ, ആ സഭക്കാർ ഇവിടെ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടാണോ സ്വർഗത്തിൽ പോയി അവർ ഇരിക്കുന്നത്? കാൽവരി സഭക്കാർ ഇവിടെ കാണുകയില്ല. എന്താണ്? അവിടെ എല്ലാവരും ഒരുപോലെയാണ്, ഒരുമിച്ചാണ് ജീവിക്കുന്നത്. സാർവത്രികമായ സഭയെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ഇടയിൽ ഇന്നില്ല. അവരവരുടെ സാമ്രാജ്യങ്ങൾ പണിയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യം പണിയാൻ അവർക്ക് ആഗ്രഹമില്ല. ഓരോരോ ദൈവദാസന്മാർ അവരവരുടെ സാമ്രാജ്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്, അല്ലാതെ സകല ജനത്തോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികളായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഭാരതം നോക്കുമ്പോൾ ഇത്രയും കാലമായി സുവിശേഷം വന്നിട്ടും ഇപ്പോഴും 2.5% മാത്രമേ ഉള്ളൂ. കൂടി വന്നാൽ 4%. അതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെയില്ല. കാരണം എന്താണ്? നമ്മൾ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകുന്നു. ഈ ദിവസം മുതൽ നീ യഥാർത്ഥമായും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ് എങ്കിൽ, നീ വിശ്വാസിയാണെങ്കിൽ, നിന്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച വ്യക്തിയാണെങ്കിൽ, നീ തീർച്ചയായും സുവിശേഷത്തെക്കുറിച്ചുള്ള ഭാരത്തോടെ, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ അനേകർ മാറപ്പെടണമെന്നുള്ള ഭാരത്തോടെ, ബന്ധുക്കാരായവർ, രക്തബന്ധത്തിലുള്ളവർ മാറണമെന്നുള്ള ഭാരത്തോടുകൂടി, ഉപദേശകന്മാർ സദുപദേശം ചെയ്യുന്നവരായി തീരണമെന്നും ഉള്ളതായ ഭാരത്തെയും, സുവിശേഷം നല്ലവണ്ണം വ്യാപരിക്കണമെന്നുള്ള ഭാരത്തെയും, അതുപോലെ സാർവത്രിക സഭ ലോകം മുഴുവനും ഉള്ളതായ അനേകം ആളുകൾ മാറണം എന്നുള്ളതായ ഭാരത്തെ ഉള്ള വ്യക്തികളായിരിക്കണം. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ 5 ഭാരങ്ങളും ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ ഭാരങ്ങൾ വരും. എന്തൊക്കെയാണത്? കുടുംബഭാരം, കടത്തിൻ്റെ ഭാരം. എന്തൊക്കെയാണ്? ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് BP ആണെന്ന്. അതെന്താണ്? നിനക്ക് BP ഇല്ലല്ലോ. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഭർത്താവിനെ പേടിയാണെന്ന്. ഭർത്താവിനെ പേടി എന്ന BP, അതുപോലെ ഭാര്യയെ പേടി എന്നത് അതും BP ആണ്. എന്താണ്? ഭർത്താവിനെ പേടി, ഭാര്യയെ പേടി, അത് BP ആണ്. മക്കളെ പേടി, അതെന്താണ്? അതും മറ്റൊരു BP ആണ്. മക്കളെ പേടി, കടഭാരം, ഇങ്ങനെ അനാവശ്യമായ ഭാരങ്ങളിൽ നാം കുടുങ്ങിപ്പോകും. കാരണം എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ ആദ്യം അന്വേഷിക്കുക, അപ്പോൾ ഇവയെല്ലാം ഞാൻ നൽകും. നീതിയും രാജ്യവും ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ധരിക്കും എന്നുള്ളതായ ഭാരം നമ്മെ ഞെരുക്കുവാൻ ഇടയാകും. അങ്ങനെ ആത്മീയമായി പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരാകാം. എൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭാരമുള്ളവനാകാം. ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വരണമെന്നുള്ളതായ ഭാരത്തോടെ ആയിരിക്കാം. എൻ്റെ ജീവിതത്തെ പാപഭാരത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചതുകൊണ്ട് അവൻ്റെ സുവിശേഷ ഭാരത്തെ ചുമക്കും എന്ന തീരുമാനം എടുക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക. നിന്റെ നീതിയെയും രാജ്യത്തെയും അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും എന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. എൻ്റെ ജീവിത പ്രശ്നം ഓർത്ത് ഭാരപ്പെടുന്നു. ദൈവത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ഭാരമില്ലാത്തതിനാൽ, ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ളതായ ഭാരമില്ലാത്തതിനാൽ എൻ്റെ ഭാരങ്ങൾ എന്നെ മുക്കിക്കളയുന്നു. എൻ്റെ ഭാരങ്ങൾ എന്നെ നിരാശപ്പെടുത്തി കളയുകയാണ്. ഇതാ ഈ ദിവസം മുതൽ എൻ്റെ ഭാരമെല്ലാം നിന്റെ മേൽ വയ്ക്കുകയാണ്. നിന്റെ സുവിശേഷ ഭാരത്തെ ഞാൻ എടുത്തുകൊണ്ട് നിന്നെ ഞാൻ അനുഗമിക്കാം കർത്താവേ എന്ന ദൈവത്തോടൊരു തീരുമാനം എടുക്കുക. 2 കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ,
നിന്റെ രാജ്യത്തെ പണിയുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നീ വേഗത്തിൽ വരുന്നത് കൊണ്ട് നിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന സഭയിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. എപ്പോഴാണോ ഞങ്ങൾ നിന്റെ ഭാരത്തെ ചുമക്കുന്നത്, അപ്പോൾ ഞങ്ങളുടെ ഭാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന്, ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുമെന്ന്, ഞങ്ങളുടെ സകല പ്രതികൂലങ്ങൾക്കും വിടുതൽ ലഭിക്കുമെന്ന് വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ദുരുപദേശക്കാർ എല്ലാവരും മാറിപ്പോകണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ശക്തമായി നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. സാർവത്രിക സഭയായിട്ട് നീ രക്തം കൊടുത്ത് വാങ്ങിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി ഐക്യതയോടുകൂടി, വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി കർത്താവേ നിന്റെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.